السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും, ഇസ്തഅദന റജുലുൻ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ അന ഇൻദഹു. ഒരു വ്യക്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ അനുവാദം ചോദിച്ചു. ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഉണ്ടായിരിക്കെ, അതായത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഅ്സ ഇബ്നുൽ അശീറ ഔ അഖുൽ അശീറ. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഈ മനുഷ്യൻ എത്ര വലിയ ഒരു മോശക്കാരനായ മനുഷ്യനാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സുമ്മ അദിന ലഹു, എന്നിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അനുവാദം കൊടുത്തു. ഫഅലാന ലഹുൽ ഖൗൽ, അദ്ദേഹത്തോട് മാന്യമായിട്ടാണ് എന്ത് ചെയ്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയും ചെയ്തത്. ഫലമ്മ ഖറജ ഖുൽതു ലഹു, അങ്ങനെ ആ മനുഷ്യൻ സംസാരമൊക്കെ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് തിരിച്ചു പോയ സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖുൽത ലഹു മാ ഖുൽത. ഇവരങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലെ, താങ്കളല്ലേ ഇപ്പം അദ്ദേഹത്തെ പറ്റി വളരെ മോശമുള്ള ആളാണ്, പിന്നെ ഭയങ്കര മോശപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞത് താങ്കൾ തന്നെയല്ലേ. സുമ്മ അലം തലഹുൽ ഖൗൽ, എന്നിട്ട് താങ്കൾ തന്നെ അദ്ദേഹത്തോട് എന്ത് ചെയ്യാണ്, നല്ല രൂപത്തിൽ സംസാരിക്കുകയും ചെയ്തല്ലോ. ചില റിവായത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് മറുപടി പറഞ്ഞു, മറ്റാ അഅ്തിനി ഫഹാഷ. ആയിഷ, എപ്പോഴാണ് നീ എന്നെ ഒരു ഫാഹിഷായ, ഒരു മോശപ്പെട്ട ആളായി നീ എന്നെ എപ്പോഴാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ, ഞാനും അദ്ദേഹത്തെ പോലെ പെരുമാറണോ എന്ന്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, ഇന്ന മിൻ ശദ്ദിൻ നാസി മൻ തറകഹു നാസു ഔ വദ്ദഅഹു നാസു ഇത്തിഖാ ഫഹ്ഷിഹി. ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നത്, ജനങ്ങൾ അയാളുടെ മോശത്തരം കാരണത്താൽ അയാളെ ഒഴിവാക്കി. അങ്ങനെയുള്ള മനുഷ്യനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ. ചില ആളുകളുണ്ടാവും, അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ കുത്തുവാക്കുകൾ, ഇതൊക്കെ പേടിച്ചിട്ട് എന്ത് ചെയ്യൂല, നമ്മൾ സംസാരിക്കൂല. അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉപദ്രവകാരിയായി മാറുന്ന ആളുകളാണ് ജനങ്ങൾ. അതായത് ജനങ്ങൾ ഒഴിവാക്കും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദ്രവം കാരണം ജനങ്ങൾ ആരെയാണോ ഒഴിവാക്കുന്നത് അവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട മനുഷ്യർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ഒരു സംശയം ഉണ്ടാവും, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ പറ്റിയിട്ട് ഒരു കുറ്റം പറഞ്ഞില്ലേ എന്നുള്ളത് നമുക്കൊക്കെ സംശയം ഉണ്ടാവും. സത്യത്തിൽ അത് കുറ്റം പറയലല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഫുഹ്ഷ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു തിന്മയിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളോട് ഒരാൾ പറയാണ്, പിന്നെ ഇന്ന വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, എന്നോട് കുറച്ച് പൈസ കടം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ കടം ചോദിച്ച വ്യക്തിയെ സംബന്ധിച്ച് കൃത്യമായി നമുക്കറിയാം, പിന്നെ അദ്ദേഹം പണം വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, തിരിച്ചു കൊടുക്കുകയില്ല, അദ്ദേഹം പറ്റിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ആ വ്യക്തിയോട് പറയാം, ഇയാൾക്ക് പൈസ കൊടുക്കരുത്, അയാൾ ഒരു പണം പറ്റിച്ചു പോകുന്ന ആളാണ്. അതൊരിക്കലും എന്തല്ല, ഗീബത്തല്ല, മറിച്ച് അയാളുടെ ആ ഒരു ഷെറിൽ നിന്ന് ആ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്, ആ മനുഷ്യന്റെ ഫുഹ്ഷിൽ, ആ മനുഷ്യന്റെ തെമ്മാടിത്തരത്തിൽ ഒരിക്കലും എന്ത് ചെയ്യണ്ട, നമ്മൾ തിരിഞ്ഞു നോക്കരുത് എന്നുള്ള സൂചനയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം ഒന്നുകിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഫുഹ്ഷ് ജഹറായി ചെയ്യുന്ന ആളായിരിക്കും, അതായത് പരസ്യമായിട്ട് എന്ത് ചെയ്യുന്ന ആളായിരിക്കും, തിന്മ ചെയ്യുന്ന ആളായിരിക്കും. പരസ്യമായി തിന്മ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മേൽ ഗീബത്തില്ല. ലാ ഗീബത ലി മുജാഹിരിൻ. ഒരു മുജാഹിറാണോ, ഒരു പരസ്യമായി ചെയ്യുന്ന ആളാണോ, അയാൾക്ക് ഒരാൾ പരസ്യമായി കള്ളു കുടിക്കുകയാണ്, പരസ്യമായി കള്ളു കുടിക്കുന്ന ആളാണ്, ഇയാൾ കള്ളു കുടിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, അത് ഗീബത്തല്ല. കാരണം എന്താണ്, അദ്ദേഹം പരസ്യമായിട്ടാണ് ആ പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തില്ല, ഗീബത്തില്ല. അപ്പോൾ ഈ രണ്ട് രൂപത്തിലും ഈ ഹദീസിനെ വിശദീകരിച്ചതായി കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും. എന്തൊക്കെയാണ് എങ്കിലും നമ്മളെ ഒരിക്കലും, ഒരു മുഅ്മിനാണോ, നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ജനങ്ങൾ നമ്മുടെ ഒരു ഫുഹ്ഷ് കൊണ്ട്, നമ്മുടെ ഒരു മോശത്തരം കൊണ്ട്, നമ്മുടെ സംസാരത്തിലോ പ്രവർത്തനത്തിലോ ഒക്കെ വരുന്ന മോശം കൊണ്ട് നമ്മളെ മനുഷ്യർ ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ
നമ്മളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ ആളുകൾ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.